വരണം മിസ്റ്റർ കൃഷ്ണനുണ്ണി. ഉണ്ണി തുടക്കം തൊട്ടേ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ മനീഷ ചന്ദ്ര പിന്നെ കൊയിലാളാ. ഉസ്താദ് വന്നാട്ടെ ഞാൻ കാണിച്ചു തരാം. വൃത്തികേട് ആണല്ലോ. എന്താ പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണറെ കാലുകുത്തിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് SFIക്കാർ നടത്തിയ സമരത്തിനിടയിലെ സംഗതിയാണ്. ഒരു സമരത്തിനെങ്കിലും പോകുമ്പോൾ മിനിമം അണ്ടർവെയർ അല്ലെങ്കിൽ ജട്ടിയെങ്കിലും ഇട്ടുകൂടെ എന്ന്. തനിക്കൊരു ജെട്ടി ഇട്ടുടോ ഇൻസേർട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കുക വൃത്തിയട്ടവൻ. അത് ജെട്ടിയെ കുറിച്ച് ജെട്ടി ഇടാത്തവർക്ക് വിഷമമുണ്ടാവും. ഞാൻ ജെട്ടി ഇടുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമില്ല. ഇത്രയും വില കുറഞ്ഞ ജെട്ടികളാണോ മിസ്റ്റർ ജീവൻ ഉപയോഗിക്കുന്നത്? ഞാൻ ഉപയോഗിക്കുന്നത് മാർക്ക് ആൻഡ് സ്പെൻസർ. പിന്നെ സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നത് ഇപ്പൊ നാട്ടുകാരെ വിളിക്കുന്നത് ജെട്ടി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. എന്നെ ഇതോട് കുത്തി അങ്ങ് കൊല്ല്. നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ. ഇവർക്ക് ആകെ അറിയാവുന്ന ഇംഗ്ലീഷ് വാചകമായിട്ടുള്ള ഗവർണർ ഗോബായ്ക്ക് എന്നാണ് ഈ വിളിച്ചു പറയുന്നത് മൊത്തം. എന്നിട്ട് നാട്ടുകാരെ മൊത്തം കാണിക്കുന്നത് അവന്റെ തന്നെ ബായ്ക്കാണ്. ചുമ്മാതല്ല കാരണവന്മാര് പറയുന്നത് ജെട്ടിയിട്ടിട്ടേ പാന്റ് ഇടാവൂന്ന്. പക്ഷേ ഇത്തരം സമരങ്ങൾക്ക് പോകുമ്പോഴെങ്കിലും മിനിമം ദിലീപ് ഒരു സിനിമയെ പറഞ്ഞ കണക്ക് ഒരു ജട്ടിയെങ്കിലും മേടിച്ചിട്ടാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ ഇതുപോലെ നാറേണ്ടി വരും. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. വാക്കുകൂടി പറഞ്ഞാൽ നിർത്താം. ആശ്രമത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് ജെട്ടിയും മുലപ്പാലും കൊടുത്ത് താരാട്ടുപാടി ആർഷോയെ അങ്ങനെ പോലീസുകാർ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ ഞങ്ങൾ ചിരിച്ചു. എന്തൊരു സ്നേഹമുള്ള കുട്ടിമാമ. യഥാർത്ഥത്തിൽ ജനങ്ങൾ ചിരിച്ചത് ഇന്നലെയാ. കാരണം മുലപ്പാല് കൊടുക്കണു, ജെട്ടി കൊടുക്കുന്നു, മോനെ ആർഷോ. എന്റെ വല്യേട്ടൻ എന്തിനാ പോലീസ് പിടിച്ചേ? എന്താ പോലീസ് പിടിച്ചെന്നാ? ആരെ പിടിച്ച്? നിന്റെ വല്യേട്ടന്റെ നാട്ടുകാരുടെ തല്ലുകൊള്ളാതെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നാണ് ഞങ്ങള് എന്ന് പറഞ്ഞ് താരാട്ട് പാടുന്ന പോലീസുകാരൻ ഇയാളെ പോലീസില് പിടികിട്ടാ പുള്ളിയാ. പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട ആളാ, പിടികിട്ടാ പുള്ളിയാ. അവരോടൊപ്പം കൂടാതെ വേറെ നിവൃത്തിയില്ല. ഇപ്പൊ എന്ത് വൃത്തിയോട് പറഞ്ഞാലും ചെയ്യണം, ഇല്ലെങ്കിൽ അവന്മാരെന്നെ തല്ലിക്കൊല്ലും. സ്വാഭാവികം. ഒരു കുടുംബകലാപം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് മാറിയേക്കാം.